റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ട എന്ന ആവശ്യവുമായി യൂത്ത് ലീഗ്. ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ആവശ്യം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു. മണ്ഡലത്തിൽ ലീഗ് കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ അബ്ദുൽ കരീം ചേലേരി സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് വിവരം. തീർച്ചയായും കണ്ണൂരിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ പ്രതിനിധികൾ മത്സരിക്കും. കണ്ണൂരിൽ പാകപ്പെട്ട ആളുകൾ ധാരാളമുണ്ട്. തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. മത്സരിക്കണം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അഭിജിത്ത്, യൂത്ത് ലീഗ് ഇങ്ങനെയാണ് കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നേതൃത്വത്തെ തന്നെ അവർക്ക് കിട്ടേണ്ടുന്ന സീറ്റുകൾ, അവർക്ക് വേണ്ട പ്രാതിനിധ്യം എന്നുള്ളത് കൃത്യമായി അറിയിക്കുകയും അത് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോഴുള്ള ഈ ചേലേരിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അവകാശവാദത്തിന്റെ പശ്ചാത്തലം എന്താണ്? മാധു, നമുക്കറിയാം അഴീക്കോട് മണ്ഡലത്തിൽ നേരത്തെ KM ഷാജിയാണ് മത്സരിച്ചിരുന്നത്. അദ്ദേഹം വിജയിച്ചു വന്നിരുന്ന മണ്ഡലമായിരുന്നു. പിന്നീട് KV സുമേഷ് LDF സ്ഥാനാർത്ഥിയായി വന്നപ്പോഴാണ് ആ മണ്ഡലം UDFന് നഷ്ടമാകുന്നത്. ഇത്തവണ ലീഗ് ജില്ലാ അധ്യക്ഷനായ അബ്ദുൽ കരീം ചേലേരി അഴീക്കോട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് വിവരം. അതൊരു ഔദ്യോഗിക പ്രഖ്യാപനമായി പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി നിലവിൽ അദ്ദേഹം അവിടെ പ്രചാരണമൊക്കെ ആരംഭിച്ചു എന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷേ അപ്പോഴും ഈ KM ഷാജിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചില അനിശ്ചിതത്വമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം എവിടെ മത്സരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അവ്യക്തതയും തുടരുകയാണ്. അതിനിടയിലാണ് ഈ യൂത്ത് ലീഗിനോട് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയായാണ് മറ്റാരും ഈ അഴീക്കോട് മണ്ഡലത്തിലേക്ക് എത്തില്ല, അത് ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെയാകും, അതായത് അബ്ദുൽ കരീം ചേലേരി തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളൊരു സൂചന നൽകുന്നു. അതിനൊപ്പം തന്നെ KM ഷാജി അവിടെ സ്ഥാനാർത്ഥിയായി വരേണ്ടതില്ല എന്നുള്ളൊരു സൂചന കൂടി യൂത്ത് ലീഗ് ഏതായാലും നൽകുന്നുണ്ട്. KM ഷാജി ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാൾ കൂടിയാണ്. അതിനാൽ നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നു. ജില്ലയിൽ അതിന് പ്രാപ്തരായവരുണ്ട്. അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിക്കാൻ പ്രാപ്തരായവർ കണ്ണൂർ ജില്ലയ്ക്കകത്ത് തന്നെയുണ്ട്. അവർ തന്നെ ഈ മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ളതാണ് ഏതായാലും യൂത്ത് ലീഗ് പറയാനായി ശ്രമിക്കുകയും ചെയ്യുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അബ്ദുൽ കരീം ചേലേരി അഴീക്കോട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറിച്ചൊരു പേരിലേക്കൊക്കെ യൂത്ത് ലീഗ് സീറ്റിനുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്.